നിങ്ങൾ ഈ കാഴ്ച കണ്ട ഒരു ബാത്റൂമിൽ നിന്ന് എക്സോസ്റ്റ് ഫാൻ പുറത്തേക്ക് വെച്ചേക്കണതാണ്. അതിൻ്റെ അകത്ത് എലി ഉറഞ്ഞ് ചത്തിരുന്നുണ്ട്. അതിനെ മറ്റുള്ള എലികൾ തിന്നുന്ന ഒരു കാഴ്ചയാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അങ്ങോട്ട് പോയപ്പോൾ കുഞ്ഞായിരിക്കും, പിന്നീട് വലുതായി കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ തല്ലി പിടിച്ച് ചത്ത് അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങനെ തിന്നണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പക്ഷേ ഇത് ബ്ലോക്കായി കിടക്കണതാണ് അതിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മൾ പെറ്റ് ഡിറ്റക്റ്റീവ് എന്നൊക്കെ നിങ്ങൾ ഇടണ്ട. ഞാൻ റാറ്റ് ഡിറ്റക്റ്റീവ് മനോജിനെ ഇറക്കി, നമ്മുടെ ഫ്രണ്ട്. വെറുതെ പറഞ്ഞാൽ ഇത് കാണുമ്പോൾ എന്നെ ചീത്ത പിടിക്കും. ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകുമ്പോൾ ഞാനും അവനോട് പോകാം, അവൻ്റെ അസിസ്റ്റൻ്റ് ഞാനായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തന്നെ വെച്ചാൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. അഡ്വാൻസ് ചെയ്യുക. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വൻ നഷ്ടമായി പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ബാത്റൂമിൽ നിന്ന് ഔട്ട് വന്നിങ്ങനെ ഒരു എക്സോസ്റ്റ് ഫാനാണ്. അപ്പോൾ ഈ എലികൾ ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലൈവ് ഇപ്പുറത്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അതിന് മുന്നേ പറയണത് നമ്മുടെ റൂമിലൊക്കെ ഇതുപോലെ എന്താ പറയുക റൂഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഹോൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ആ ചെയ്യണ പണിക്കാരോട് പ്രത്യേകം പറഞ്ഞത് ശ്രദ്ധിക്കാനാണ്. ഇതിപ്പോൾ എക്സോസ്റ്റ് അകത്തേക്ക് എലികൾ കയറാതിരിക്കാൻ വേണ്ടി നെറ്റ് വെച്ചേക്കാനാണ് കാണുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ കുഞ്ഞിലേക്ക് കയറി പോയിട്ടുണ്ടാവും, തിരിച്ചിറങ്ങാൻ പറ്റാഞ്ഞാണ് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ആദ്യം ഇത് ബാത്റൂമിൽ നിന്നുള്ളതാണെന്ന് പറയുന്നത്. ബാത്റൂമിൽ എക്സോസ്റ്റിൻ്റെ ഒരു നെറ്റ് ഉണ്ട്, അതിൽ കൂടി നമ്മളൊരു എന്തൊരു സ്പ്രേമാരും കൊണ്ടുവന്നായിരുന്നു. സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ഈ എലികളൊന്നും പുറത്തേക്ക് വന്നില്ല. കാരണം ഞങ്ങൾ ഈ എക്സോസ്റ്റ് ഫാൻ അയച്ചിട്ട് ഇതുണ്ട്, ഈ ഗ്യാപ്പിലൂടെ സ്പ്രേ ഒക്കെ അടിച്ച് ഒറ്റ എലിനെയും പക്ഷേ ലൈവിൽ പുറത്തേക്ക് തന്നെ കാണുന്നില്ല. അപ്പം ഞങ്ങൾ ഓർത്ത് എന്താ പറ്റി, കാരണം ഈ ഒരു ഗ്യാപ്പിൽ അത് ഉണ്ടാവുള്ളൂ. കാരണം അപ്പുറത്തേക്ക് അടഞ്ഞിരിക്കണായിരിക്കുമല്ലോ, അപ്പുറത്തെ റൂമിലേക്കുള്ള ഗ്യാപ്പൊക്കെ. ഒരു എലിയും പുറത്തേക്ക് വന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്ത് ആ ബാത്റൂമിൻ്റെ ഉള്ളിലെ നെറ്റും ഇതും ഊരുകയുണ്ടായി. ഇത് ഊരി, എക്സോസ്റ്റ് ഫാൻ ഊരി. എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് എലി ഒന്നും വന്നില്ല. നമ്മൾ മാറി നിന്നൊക്കെ നോക്കി, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് നേരം മാറി നിന്നൊക്കെ നോക്കി. അപ്പോഴാണ് സാധാരണ തന്നെ. ശേഷം നമ്മൾ ഈ ബാത്റൂമിൻ്റെ ഉള്ളിലെ നെറ്റ് സ്ക്രൂ വെച്ച് അഴിച്ച് അങ്ങനെ നമ്മൾ ടോർച്ചടിച്ച് അതിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോഴാണ് പല കാഴ്ചകളും കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലെ റൂഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എയർ ഹോള് ഞങ്ങൾക്ക് പലപ്പോഴും കോൾ തന്നെ മരപ്പെട്ടി, ഇവിടെ മരപ്പെട്ടി അത് കിടക്കണമെന്ന് പറഞ്ഞാൽ വിളിച്ചത്. അപ്പോൾ ഞങ്ങളിത് പണ്ടേ ചെയ്യണ പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വിഷയമുള്ള കേസില്ല. അപ്പോൾ ഇത് മരപ്പെട്ടി അല്ലായിരുന്നു, നേരെ മറിച്ച് എലിൻ്റെ ഉള്ളിൽ, എലി എന്ന് പറയുമ്പോൾ ഒരു തുറപ്പേൻ്റെ സൈസ് ഉണ്ടായിരുന്നു. കണ്ടോ ഈ ഫാനിൻ്റെ ഉള്ളിൽ പെട്ട് വെക്കണം. ചിലപ്പോൾ അവൻ കയറിയിരിക്കുന്ന ടൈമിലായിരിക്കും ഫാൻ ഓണാക്കിയിരിക്കണം. കാരണം ആ ഫാൻ ഇപ്പോൾ വർക്കിങ്ങും അല്ല, എക്സോസ്റ്റ് ഫാനെ. അപ്പോൾ ഈ നെറ്റൊക്കെ വെച്ചാലും ഇപ്പോൾ എക്സോസ്റ്റ് ഫാനിൻ്റെ ഔട്ട് ഓൾറെഡി നെറ്റുള്ള ടൈപ്പ്, ആ ഫൈബറിന് തന്നെ നെറ്റുള്ള ടൈപ്പ് വന്നിട്ടുണ്ട്. അത് മേടിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ എവിടെയെങ്കിലും എയർ ഹോളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യമായിട്ട് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലോട്ട് പല സ്ഥലത്തേക്കും ഇത് കയറിപ്പോയി എവിടെയൊക്കെ ഇത് എലിയായത് കാരണം ചത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്മെല്ല് കുറച്ചേ വരുള്ളായിരിക്കും. ഇപ്പോൾ ബാത്റൂമിൻ്റെ എക്സോസ്റ്റ് ഫാനിലായതുകൊണ്ടാണ്. ഇതാണ് ഞങ്ങൾ അഴിച്ചിട്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ നോക്കി. കാരണം വീടിൻ്റെ ഉള്ളിലേക്ക് കയറി മരപ്പെട്ടിക്കാണ് ഞങ്ങൾ ഈ അടുത്തല്ല കുറച്ച് നാൾ മുന്നേ പലയിടത്തൊരു ഓഫീസിൽ നിന്ന് ഇതേപോലെ അത് മരപ്പെട്ടി അതിൻ്റെ ഉള്ളിൽ കയറി ചത്തുപോയി. ഇവർക്ക് ഓഫീസിൽ AC ഓണാക്കാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. കാരണം അതിൻ്റെ ഉള്ളിൽ സ്മെല്ലായിരിക്കും. അവസാനം ഞങ്ങളിത് ഈ നെറ്റ് അഴിച്ചിട്ട് ഞങ്ങൾ ലാസ്റ്റ് പതുക്കെ ടോർച്ചടിച്ച് നോക്കി. അപ്പോഴാണ് പല കാഴ്ചകളും നമ്മുടെ കണ്ണിൽ പെടണം കേട്ടോ. ഈ ഇഷ്ടംപോലെ എലി ഉണ്ടായി, മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണത്. ഇതിങ്ങനെ എടുക്കുന്ന ടൈമിൽ എൻ്റെ കൈയുടെ സൈഡിൽ കൂടി ഒരെണ്ണം കൂടി കേട്ടോ. സൂക്ഷിക്കണം നിങ്ങളത്, അല്ല ഇതിൻ്റെ കടിയിട്ട് ഇത് കണ്ടോ ഒരെണ്ണം അനങ്ങാണ്ടിരിക്കണം നോക്കി അവിടെ. അപ്പോൾ ഈ ഒരു സ്പേസ് മാത്രമേ ബാത്റൂമിൻ്റെ മേളിലുള്ളൂ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു സ്പേസിൽ നിന്ന് ഈ ബാക്കി എലികളൊക്കെ എങ്ങോട്ട് പോയെന്നുള്ളത് ഞങ്ങളുടെ ഒരു സംശയം വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്പ്രേ അടിച്ചിട്ടും പുറത്ത് വന്നില്ല. സ്പ്രേ അടിച്ചിട്ട് നോർമലി പുറത്ത് വന്നാണ്, അല്ലെങ്കിൽ ഹിറ്റ് എന്തെങ്കിലുമൊക്കെ അടിച്ച് പോരണ്ടാണ്. ആ ഹോള് നമ്മൾ തുറന്ന് വെച്ചിട്ടല്ല. ഇത് നിങ്ങൾ എങ്ങോട്ട് പോയെന്നുള്ള സംശയം ഞങ്ങൾക്ക് തീരാനില്ല. കാരണം ഇവിടെ കാണൂല, ഇത്രയും സ്പേസ് ഉള്ളൂ, മനസ്സിലായോ. പിന്നെ ഉള്ളത് റൈറ്റ് സൈഡിലുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ മേളിലേക്ക് ഒരു ഓസ് പോയിട്ടുണ്ട്, ഒരു പൈപ്പ് കിടക്കണുണ്ടോ, വയറിങ്ങിൻ്റെ ആണ്. വയറൊക്കെ കടിച്ച് കളഞ്ഞാൽ തന്നെ എന്തോരം ചിലവാണെന്നൊക്കെ കണ്ട. അപ്പോഴാണ് മനസ്സിലായത് ഇവൻ ഒരെണ്ണം അതിൻ്റെ മേളിലേക്ക് കൂടി. എന്താണ് പുള്ളി അവിടെ ആ മേളിൽ ചെറിയൊരു ഹോളുണ്ട്, ഈ വയറ് പാസ് ചെയ്യണതിൻ്റെ ഗ്യാപ്പിൽ തന്നെ, അതിൽ കൂടി അപ്പുറത്തേക്ക് പോണേ. അപ്പോൾ ഇതുങ്ങളെല്ലാം അടുത്ത ബെഡ്റൂമിലേക്ക് അല്ലെങ്കിൽ എങ്ങോട്ടൊക്കെ പോയെന്ന് പറയാൻ പറ്റില്ല. ആ വീടിൻ്റെ ഈ ടോപ്പിലേക്ക് എവിടെയൊക്കെ കയറിയിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് സംഭവിച്ചാലും ഇതൊക്കെ അഴിക്കണ്ടേ. ഞങ്ങൾ ഇങ്ങനെ ലൈറ്റ് അഴിച്ചിട്ട് വരണം അതിൻ്റെ മേളിൽ കൂടിയൊക്കെ നോക്കി. എന്നിട്ട് ഇതും ബാത്റൂമിൻ്റെ ഒരു പോർഷനാണ്, പക്ഷേ അവിടെ എങ്ങും ഇല്ല കേട്ടോ. ഇത് നിങ്ങൾ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പോയി, അടുത്ത ബെഡ്റൂമിലേക്ക് പോയി. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അഡ്വാൻസ് ചെയ്യുക. വല്ല മരപ്പെട്ടി അല്ലെങ്കിൽ ഇതുപോലെ എലികൾ കയറി വയറൊക്കെ കടിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ നഷ്ടമാണ്, എത്ര സമയം പോക്കാണ്. അപ്പോൾ അത് അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ ഉണ്ടല്ലോ, ഞാൻ ഇത് വീഡിയോ എടുക്കണമെന്നും പറഞ്ഞ് പോയതൊന്നുമല്ല കേട്ടോ. ഞാൻ യൂട്യൂബറാണെന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള വീഡിയോ അല്ല. പക്ഷേ മുമ്പിൽ കണ്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് ഒരെണ്ണം ചത്തേനെ വേറെ തിന്നണം. അത് കണ്ടപ്പോൾ ആദ്യം കാണിച്ചു. പിന്നെ എന്നോടത്ത് എന്തായാലും ആൾക്കാർക്കൊരു മെസ്സേജും കൂടി ആവട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീടൊക്കെ ഉള്ളപ്പോൾ ശ്രദ്ധിക്കണമല്ലോ. ഇപ്പോൾ ഇവർ നെറ്റൊക്കെ വെച്ചിട്ടുണ്ട്, അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നു. അപ്പോൾ നമ്മൾ ഇനി വേറെ എവിടെയെങ്കിലുമൊക്കെ ഓണമുണ്ട്, എല്ലാം ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അഡ്വാൻസ് ചെയ്യുക. പല കാര്യങ്ങളും ചിലത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല, അല്ലെങ്കിൽ കൺട്രോളിൽ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എടുത്തതിന് ശേഷം നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്ത് ഞാൻ എടുത്തത്. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ആണെങ്കിൽ ഫോളോ ചെയ്തേക്കാം. ഇതേപോലുള്ള അറിവ് അല്ലെങ്കിൽ നിങ്ങളെ കാണേണ്ട കാഴ്ചകളായിട്ട് അടുത്തൊരു വീഡിയോ. ഇത് ഈ ഒരു വീഡിയോ അല്ല, വേറെ വല്ല വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.